Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുൽമയാണെങ്കിൽ ആ പേടകത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിക്കലോയും ടീമും എല്ലാവരും ആ പേടകത്തിൽ കയറി പറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം റെഡ് സിഗ്നൽ കാണിച്ച് ആ ഒരു പേടകം അത് തകർന്ന് താഴേക്ക് വീഴുകയാണ്. ബുൽമയാണെങ്കിൽ ഇപ്പൊ പാസഞ്ചേഴ്സിനെ എല്ലാം പുറത്തിറക്കി വീണ്ടും ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓ നോ, ഇതിലൊരു പ്രത്യേകതര എലമെന്റ് ഉണ്ട്, ഓൾറെഡി നശിച്ചു പോയതാണ്, അത് ഇതിനാവശ്യം ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ റിമൂവ് ചെയ്തു. ഡീമൺ വേൾഡിലേക്ക് പോകണമെങ്കിൽ ആ ഒരു എലമെന്റ് ഇല്ലാതെ പറ്റില്ല. ഭൂമിയിലുള്ള എലമെന്റ് അത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ഭൂമിയിലുള്ള എലമെന്റിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ അത് ഉപയോഗിക്കാൻ കഴിയില്ലേ. അതിനവൾ പറയും, അത് ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് സമയം വേണം. ഉടനെ അജീറ്റി ആണെങ്കിൽ അവളെ കളിയാക്കും, ഇവളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഒരു ദിവസം മുഴുവൻ വെറുതെ വേസ്റ്റ് ആക്കി എന്ന് പറയും. അത് കേട്ട് ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. അടുത്ത നിമിഷം കിങ് അയച്ച ആ അസിസ്റ്റന്റിന്റെ പേടകം അങ്ങനെ അവിടേക്ക് പറന്നു വരും. ആ പേടകം കണ്ട് എല്ലാവരും ഭയന്ന് സംശയത്തോടു കൂടെ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. വജീറ്റി ആണെങ്കിൽ മുൻപിലേക്ക് കയറി നിൽക്കും. അടുത്ത നിമിഷം ആ ഒരു പേടകം ലാൻഡായി അതിൽ നിന്ന് ഇപ്പൊ ആ ഒരു അസിസ്റ്റന്റ് പുറത്തേക്ക് വരും. അവനാണെങ്കിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്റെ പേര് ഹൈബീൻ, ഡീമൺ പേളിൽ ചേർന്ന കടായ് കിങ്. അദ്ദേഹം നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഗോക്കുവാൻ ടീമിനെ കാണിക്കും. ഉടനെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒരു ബോക്സ് ഫുഡ് അവന് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേകതരം ഫുഡാണ്. അതൊരു ഉണ്ട കഴിച്ചാൽ തന്നെ 2 ഫുഡ് കഴിക്കുന്നതിന് 2 പൊതിച്ചോറ് കഴിക്കുന്നതിന് സമാനമാണെന്ന് പറയും. ഉടനെ ഗോക്കു ആണെങ്കിൽ അതിലൊന്നെടുത്ത് കഴിക്കും, അവന്റെ വയറ് വീർക്കും. വീണ്ടും എടുത്ത് കഴിക്കും, കുറെ കൂടെ വീർക്കും. അത് കണ്ട് കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം കഴിച്ച 2 നേരം ഫുഡ് കഴിച്ചതിന്റെ എഫക്റ്റ് ആയിരിക്കുമെന്ന്. അത് കേട്ട് ഗോക്കു പറയും, അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിത് മൊത്തം കഴിച്ചാലും എന്റെ വിശപ്പടങ്ങില്ല. അത് കേട്ട് അവളാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നീ ഒരു അഡൾട്ട് ആണെന്ന് എനിക്ക് വിശ്വസിക്കാനായി കഴിയുന്നില്ല. 2 കുഞ്ഞുങ്ങളെ നീ എങ്ങനെയാണ് നോക്കുന്നത്? അത് കേട്ട് ഗോക്കു പറയും, അവരെ നോക്കുന്നത് ഞാനല്ല, എന്റെ വൈഫാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബുൽമാൻ ടീമാണെങ്കിൽ ഇപ്പോ അസിസ്റ്റന്റിന്റെ കൂടെ പേടകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കിങ് ആണെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ എവിടെ എത്തിയും ചോദിക്കും. അതിനവൻ പറയും, ഞങ്ങൾ ജസ്റ്റ് ഭൂമി വിട്ട് മുകളിലേക്ക് പറന്നുയർന്നിട്ടേ ഉള്ളൂ. കിങ് ആണെങ്കിൽ 3rd ഡീമൺ വേൾഡിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അസിസ്റ്റന്റിനോട് പറഞ്ഞ് ആ കോള് അത് കട്ട് ചെയ്യും. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ ദൂരത്തായിട്ട് ഇപ്പൊ ആ മോൺസ്റ്റർ കോമയുടെ അസിസ്റ്റന്റിനെ കാണിക്കും. അസിസ്റ്റൻസിന്റെ സ്പേസ്ഷിപ്പ് കാണും. ഓ നോ, അവർ ദൂരത്തായിട്ടുണ്ട്, അവർ നമ്മളെ കണ്ടെത്തിയെന്നാണ് തോന്നുന്നത്. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ബ്ലൂമാൻ ആണെങ്കിൽ ഉടനെ അത് ചെക്ക് ചെയ്യും. അതെ, അവരെത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം ഒരുപാട് സ്പേസ്ഷിപ്പുകൾ വന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യാണ്. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളോടൊപ്പം വരുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. സുപ്രീം കായ് ആണെങ്കിൽ ബ്ലൂമാനോട് പറയും, ഇപ്പൊ നമുക്ക് അവർ പറയുന്നത് കേൾക്കാം, അതല്ല എങ്കിൽ അവർ ഈ പ്ലെയിൻ തന്നെ നശിപ്പിച്ചു കളയും, പിന്നീട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതാവും. സോ വേറെ വഴിയില്ലാതെ ഇപ്പൊ അവരോടൊപ്പം നമ്മുടെ ആൾക്കാർ പോവാണ്. ബ്ലൂമാനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. എങ്കിലും എങ്ങനെയാണ് അവർ നമ്മളെ കണ്ടെത്തിയത്? അതിന് ഇപ്പോ പ്രിൻസസ് പറയും, ആക്ച്വലി കുറച്ചു മുൻപ് നമ്മുടെ അടുത്തേക്ക് വന്നപ്പോ എന്റെ കഴുത്തിലുള്ള കോളർ അത് അവർ സ്കാൻ ചെയ്തിരുന്നു. അതിന്റെ സഹായത്താലാണ് അവരിപ്പോ നമ്മളെ കണ്ടെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലൂമാൻ ആണെങ്കിൽ ഇപ്പോ അവരോട് എല്ലാവരോടും പറയും, ഗോക്കു ഈ സ്പേസ് ഷിപ്പിലുള്ള കാര്യം അവർക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്നറിഞ്ഞ അടുത്ത നിമിഷം ഈ സ്പേസ് ഷിപ്പ് അവർ തകർത്ത് കളഞ്ഞേനെ. ഗോക്കു ആണെങ്കിൽ ഇപ്പോ പ്രിൻസസിനോട് ആ ഒരു കോളർ അത് എടുത്ത് കളഞ്ഞൂടെ ചോദിക്കും. അതിനവൾ പറയും, അതങ്ങനെ കളയാൻ കഴിയില്ല, ഇവിടെയുള്ള എല്ലാവരുടെയും ശരീരത്തിൽ ഇപ്രകാരം കോളേഴ്സ് ഉണ്ട്. നിങ്ങൾ ഹായ് ആയിട്ട് പറയും, ഇവരെല്ലാവരും മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതിന് ബ്ലൂമാൻ പറയും, അവരൊരിക്കലും നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും വാട്ടർ ലിസ്റ്റിലിടും, പിന്നീട് വാർത്ത യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. പ്ലെയിനിൽ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരും. ഉടനെ ആ പോലീസുകാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്, നിങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് തറവായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയും. ഗോകുവിനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫ്ലൈറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉടനെ സോൾജിയേഴ്സ് എല്ലാവരും ആ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറി അകത്തുണ്ടായിരുന്ന എല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഗോകുവിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അകത്ത് ആരും ഇല്ല എന്നുള്ള കാര്യം ഇപ്പൊ അവര് ആ മെയിൻ ഓഫീസറിനോട് പറയും. പ്രിൻസസ് ആണെങ്കിൽ ഷോക്കാവും. ഗോകു എവിടെ പോയെന്ന് അവൾ ചിന്തിക്കും. അടുത്ത നിമിഷം നൈസായിട്ട് അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് വന്ന ഗോകു ആണെങ്കിൽ അവളെ തോണ്ടുകയാണ്. ഗോകുവിനെ കണ്ട് അവൾ ഞെട്ടും. ഉടനെ സുപ്രീം കായും ബ്ലൂമാനും ചേർന്ന് അവർ രണ്ടുപേരെ മറയ്ക്കുകയാണ്. ഗോകു ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോയി അവിടെ പോയി മറഞ്ഞിരിക്കും. ആ പോലീസുകാർക്കാണെങ്കിൽ ദേഷ്യം കൂടി വരും. ഓ നോ, അവൻ ഈ ഫ്ലൈറ്റിലും ഇല്ല, നമുക്കെന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ ഓഫീസറാണെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മുടെ പ്രിൻസസിനെ തന്നെ നോക്കുകയാണ്. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ സുപ്രീം കായോട് ഗോകു എങ്ങനെയാണ് സേഫ് ആയിട്ട് പുറത്തേക്ക് വന്നതെന്ന് ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, അവനെ കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇവരുടെ കണ്ണ് വെട്ടിച്ച് അവൻ പുറത്തേക്ക് വന്നത്. അവൾ അത് കേട്ട് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു മെയിൻ സോൾജിയർ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരിക. ഞങ്ങൾക്ക് നിന്നെ അർജന്റായിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. ലാസ്റ്റ് ടൈം ഞങ്ങൾ ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് നീയാണ് അവിടേക്ക് വന്ന് ബോംബ് ഇട്ടതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയും.
സുപ്രീം കായും ബ്ലൂമാനും മാക്സിമം അവരെ സംസാരിച്ച് പിൻസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവളുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. അടുത്ത നിമിഷം ഷോക്ക് പവർ ഉപയോഗിച്ച് അവനെ തെറിപ്പിച്ച് കളയും. ഉടനെ സോൾജേഴ്സ് എല്ലാവരും അവിടേക്ക് പാഞ്ഞു വരും. അടുത്ത നിമിഷം സോൾജേഴ്സും നമ്മുടെ ആൾക്കാരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ 2 പ്ലെയിനിൽ കയറി നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ അറ്റാക്കിൽ നമ്മുടെ ആൾക്കാരുടെ പ്ലെയിനും ചെറിയ രീതിയിൽ തകർച്ചയൊക്കെ സംഭവിക്കും. പക്ഷെ എന്താ, മാനും സുപ്രീം കായും അവരുടെ ഫ്ലൈറ്റ് അത് തകർത്ത് കളയാണ്. ബാക്കിയുണ്ടായിരുന്ന സോൾജേഴ്സ് ആണെങ്കിൽ അവസാനമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്ലെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. സുപ്രീം കായ ആണെങ്കിൽ അവരെ വിടാൻ പാടില്ല, എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് അവരുടെ പിന്നാലെ പോയി പവർ ഉപയോഗിച്ച് ആ ഫ്ലൈറ്റ് അങ്ങനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റും. അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രിൻസസ് ആണെങ്കിൽ ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ആ പോലീസുകാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഉമാനാണെങ്കിൽ ഇപ്പോൾ അവരുടെ സ്പേസ് ഷിപ്പ് നോക്കും. അതാണെങ്കിൽ തകർന്നു കിടക്കുകയാണ്. ഓ നോ, അത് തകർന്നു പോയി. നമ്മളിനി എങ്ങനെ ഇവിടുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും? ഉടനെ പ്രിൻസസ് ആണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ആ പോലീസുകാരുടെ തകരാറൊന്നും സംഭവിക്കാത്ത ഒരു സ്പേസ് ഷിപ്പ് അവൾ കാണുകയാണ്. വാവ്, ഇവിടെ ഇങ്ങനെയൊന്നുണ്ട്, നമുക്ക് ഇതിൽ കയറി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാന്ന് പറയും. ഉടനെ എല്ലാവരും അതിലേക്ക് കയറുകയാണ്. പക്ഷെ പ്രിൻസസ് മാത്രം പുറത്തങ്ങനെ നിൽക്കും. പറ്റി നീ അകത്തേക്ക് വരുന്നില്ലേ ചോദിക്കും. അതിനവള് പറയും, അവരെവിടെ പോയാലും നമ്മളെ കണ്ടെത്തും. എന്റെ കഴുത്തിലുള്ള ഈ കോളർ അതവര് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഉടനെ സുപ്രീം കായാണെങ്കിൽ അവളോട് ചോദിക്കും, വിരോധമില്ലെങ്കിൽ നിന്റെ കോളർ അതൊന്ന് കാണിക്കാമോ? നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി അതിലുണ്ടോ എന്ന് ഞാൻ നോക്കാം. അത് ചെക്ക് ചെയ്യും. ഇത് ക്ലിൻസിന്റെ ആ ഒരു പ്രദേശത്തുള്ള ഒരു പ്രത്യേകതരം മെറ്റൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് അത്ര എളുപ്പത്തിൽ നശിപ്പിക്കാനോ മാറ്റാനോ പറ്റില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്റെ സിസ്റ്റർ സയന്റിസ്റ്റ്, അവൾ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഉടനെ പ്രിൻസസ് പറയും, ഞങ്ങളുടെ 3rd ഡീമൺ വേൾഡിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർ ഇത്തരത്തിൽ ഇട്ടുകൊടുക്കും. ഇതിടാൻ സമ്മതിക്കാത്തവരെ അവർ കൊന്നുകളയും. ഞങ്ങൾ വളരുമ്പോൾ കോളറും താനെ വളരും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അത് കേട്ട് സുപ്രീം കായാണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ അത് അഴിക്കാൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ. അത് കേട്ട് അവൾ ഞെട്ടും, നിന്നെ കൊണ്ടത് പറ്റുമോ? അതിനവൻ പറയും, ഞാനും ഗ്ലിഡിൽപ്പെട്ട ഒരാളാണ്, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് അവൻ ആ ഡോളറിൽ ടച്ച് ചെയ്യും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഒരു മാജിക് പവർ ഉപയോഗിച്ച് അതങ്ങനെ തകർത്ത് കളയാണ്. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഇവിടെ പ്രിൻസസ് അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആ ഒരു കോളർ എന്നിൽ നിന്ന് പോയി. ഒരുപാട് വർഷക്കാലമായി ഞാനിത് അഴിച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടും. ഗ്ലിഡിലുള്ള നിങ്ങൾക്ക് മാത്രമേ ഒരു മാജിക് പവർ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അവൾ ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, ഇത് സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഉടനെ അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇവിടെ പ്ലെയിനിലേക്ക് ഓടിക്കയറി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്തൂടെ? ഇതുപയോഗിച്ച് പാവപ്പെട്ടവരുടെ ആ ഒരു കോളറെല്ലാം അവർ കഴിക്കാൻ സാധിക്കില്ലേ? അതിനുശേഷം വീണ്ടും അവരവരുടെ ട്രാവല് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ ഈ പ്ലെയിനിന്റെ കോഡ് നമ്പർ അത് നമുക്കറിയില്ല. സോ ട്രിപ്പിലേക്ക് കടന്നുപോയി 2nd ഡീമൺ വേൾഡിലേക്ക് പോകണമെങ്കിൽ കോഡ് നമ്പർ ആവശ്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രിൻസസ് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്റെ ഫ്രണ്ട് അവനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ആയാലും അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു വില്ലന്മാരുടെ ഫ്ലൈറ്റിന്റെ കോഡ് നമ്പർ അത് ഹാക്ക് ചെയ്ത് തരാൻ പറ്റുമോ ചോദിക്കും. അതിനവനാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ചു കൊടുക്കും. 1022 അതാണ് ആ ഒരു പ്ലെയിന്റെ നമ്പർ. മാത്രമല്ല അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവര് 3rd ഡീമൺ വേൾഡിലേക്ക് എത്തിയ കാര്യം അറിയിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഹാപ്പി. പുൽമി ടീമും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞോ, എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഡ്രാഗൺ ബോൾസ് അത് സ്വന്തമാക്കണം. നമ്മുടെ ഫ്രണ്ട്സ് തനിയെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കോളെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ബുൽമാൻ ടീമാണെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു വിചിത്രമായ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടറടിച്ച് നിൽക്കും. അസിസ്റ്റന്റ് ആണെങ്കിൽ കിങ്ങിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിന് കിങ് പറയും, നീ അവരോടൊപ്പം തന്നെ ഉണ്ടാവണം, എവിടെയും പോകാനായിട്ട് പാടില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ടാമാഗാമി മോൺസ്റ്റേഴ്സിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ദൂരത്തായിട്ട് പ്രിൻസസ് ആണെങ്കിൽ ആ ടാമാഗാമിയുടെ ചെസ്റ്റിൽ ഡ്രാഗൺ ബോൾ ഉള്ളത് ഹീറോയ്ക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കും. അവന്റെ പേര് ടാമാഗാമി നമ്പർ 3 എന്നാണ്. അവൻ വളരെ പവർഫുൾ ആണ്. ഇതുവരെ അവനോട് ആരും ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടില്ല. ഗോക്കു ആണെങ്കിൽ അവനെ നോക്കും. ഓ അത് ശരി, അവന്റെ കയ്യിൽ വലിയൊരു ഹാമർ ഉണ്ടല്ലേ. അതിന് ബ്ലൂമാൻ പറയും, നിനക്ക് നിന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാം, പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കും ഫൈറ്റ് ചെയ്യുക. ഗോക്കു ആണെങ്കിൽ പറയും, ഓക്കെ, അതിനു മുൻപ് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർ തലയ്ക്ക് കൈ കൊടുക്കും. ഉടനെ ഗോക്കു പറയും, നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ സ്ട്രെങ്ത് ഉണ്ടാവും, അതുപയോഗിച്ച് എനിക്ക് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അവിടുത്തെ സപ്ലയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് കാര്യം തിരക്കും. നിങ്ങൾ വന്ന ഫ്ലൈറ്റ് അത് ആ മോൺസ്റ്റർ കോമയുടെ സോൾജേഴ്സിൻ്റെതല്ലേ? അതിന് നമ്മുടെ പ്രിൻസസ് പറയും, അതെ, അത് ഞങ്ങൾ അടിച്ചു മാറ്റിയതാണ്. തോക്കുവാണെങ്കിൽ ആ സപ്ലയറിനോട് ഇതിനു മുൻപ് ടാമാഗാമിയോട് ആരെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിനാൾ പറയും, എന്റെ ഓർമ്മയിൽ ഒരാൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവനെ ടാമാഗാമി തല്ലിക്കൊന്നു. എന്തുപറ്റി, നീ ഫൈറ്റ് ചെയ്യാൻ പോവാണ്? അതിന് ഗോക്കു പറയും, അതെ.
അതിനു മുൻപ് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി വയറൊക്കെ ഫ്രീ ആക്കി ഇപ്പോൾ ടാമഗാമിയുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ എല്ലാവരും ദൂരേക്ക് മാറി നിൽക്കണം, ഞാൻ അതുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ടാമഗാമിയുടെ അടുത്തേക്ക് വന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം അതാണെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാക്കും. നീ ഡ്രാഗൺ ബോൾ അന്വേഷിച്ചാണോ ഇവിടേക്ക് വന്നത്? അതിന് ഗോക്കു പറയും അതെ. അങ്ങനെയാണെങ്കിൽ നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹാമർ എടുത്ത് ഗോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.